അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസ് മഹാനായ അല്ലാമ മുഹമ്മദ് ബിൻ ഹാമിദ് എന്നവർ ഉദ്ധരിച്ച് എനിക്ക് ചർച്ച ചെയ്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ നബി തങ്ങളുടെ ഹദീസ്? കൈഫ അഖാഫു അലാ ഉമ്മത്തിൻ അന അവ്വലുഹും വഈസാ ആഖിറുഹും. കൈഫ അഖാഫു അലാ ഉമ്മത്തിൻ, ഒരു ഉമ്മത്തിനെ സംബന്ധിച്ച് എന്തിനാണ് ഞാൻ പേടിക്കേണ്ടത്? അന അവ്വലുഹും, ഞാൻ അവരിലെ ആദ്യത്തെ ആളും, വഈസാ ആഖിറുഹും, ഈസാ നബി അലൈഹിസ്സലാം അവരിലെ അവസാനത്തെ ആളുമാണെങ്കിൽ പിന്നെ എന്തിന് ഒരു ഉമ്മത്ത്? ഈ ഉമ്മത്ത് മുസ്ലിം ഉമ്മത്ത്, മുഹമ്മദ് നബി തങ്ങളുടെ ഉമ്മത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ അവ്വലാരാണ്? മുഹമ്മദ് നബി തങ്ങളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ അവസാനം വരുന്നത് ആരാ? ഈസാ നബി അലൈഹിസ്സലാം. ആദ്യം നബിയും അവസാനം ഈസാ നബിയും വരുന്ന ഒരു ഉമ്മത്ത്, ആ ഉമ്മത്തിന് എന്ത് പ്രയാസം വരാനാണ്? അവർ എന്ത് പ്രയാസം വന്നാലും അതിനെ അവർ അതിജയിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ ആശ്വസിക്കേണ്ട ഒരു ഹദീഥാണ്. എന്തൊക്കെ രാഷ്ട്രീയമായ ചലനങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ നടന്നാലും, എന്തൊക്കെ തരത്തിൽ നമുക്ക് നിരാശപ്പെടുത്തുന്ന വാർത്തകൾ, പേടിപ്പെടുത്തുന്നത് ഇബ്ലീസിന്റെ പണിയാണത്. പേടിപ്പിക്കുക, വെറുതെ പേടിപ്പിക്കുക. മുമ്പ് കാലങ്ങളിലൊക്കെ കലാപങ്ങളും അല്ലെങ്കിൽ അതിക്രമങ്ങളുമൊക്കെ പലയിടങ്ങളിൽ നടന്നിട്ടുണ്ട്, അതാരും അറിയില്ല. ഇന്ന് പക്ഷേ ഒരു കോർണറിൽ നടന്നാൽ അത് വലിയ ചർച്ചയാണ്, എല്ലാവരുടെ മുമ്പിലേക്ക് ഇതെത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഭീതി വരും. പുണ്യനബി നിങ്ങൾ പറയാ, ഞാൻ ആദ്യവും ഈസാ നബി അലൈഹിസ്സലാം അവസാനവും നിൽക്കുന്ന ഒരു ഉമ്മത്ത്, ആ ഉമ്മത്തിനെ ഞാൻ എന്തിനു പേടിക്കാനാണ്? കൈഫ അഖാഫു അലാ ഉമ്മത്തിൻ അന അവ്വലുഹും വഈസാ ആഖിറുഹും. ഞാൻ ആദ്യവും ഈസാ നബി അലൈഹിസ്സലാം അവസാനവും വരുന്ന ഒരു ഉമ്മത്തിന് എന്തിന് പേടിക്കാനുണ്ട് എന്ന ഹദീസ് മഹാനായ മുഹമ്മദ് ബിൻ ഹാമിദ് എന്നവർ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ട് പറഞ്ഞു, ഇന്ന ഈസാ യൻസിലു സലാസ മർറാത്ത്. ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വരുമെന്ന് പറഞ്ഞില്ലേ, 3 തവണ മഹാനവറുകൾ ഇറങ്ങുമെന്ന് മുഹമ്മദ് ബിൻ ഹാമിദ് എന്നവർ ഈ ഹദീസ് പറഞ്ഞ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യദ്ഹറു ഫി അവ്വലി മർറത്തിൻ ലിൽ ഔലിയാ. ആദ്യ തവണ ഈസാ നബി ഇറങ്ങുന്നത് ഔലിയാക്കൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ്. ഔലിയാക്കന്മാർ കാണും മഹാനവറുകളെ. വഫി ത്സാനിയതി സുലഹാ. രണ്ടാമത്തെ വരവുണ്ട്. ആ വരവിൽ ഔലിയാക്കളുടെ ഗ്രേഡിൽ നേരെ താഴെയുള്ള സ്വാലിഹീങ്ങൾക്ക് കാണാൻ പറ്റും. വസാലിസതു യൻസിലു ബിബൈത്തിൽ മഖ്ദിസ് ഫയറാഹുൽ ഖാസ് വൽ ആം. ഈസാ നബി ഇറങ്ങി വന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ ജെറൂസലേമിൽ താമസിക്കുന്ന ഒരു കാലമുണ്ട്. ഇറങ്ങുന്നത് ഡമസ്കസിലാണ്, പക്ഷേ ഈസാ നബി താമസിക്കുക ജെറൂസലേമിലായിരിക്കും. ബൈത്തുൽ മുഖദ്ദസ് നിൽക്കുന്ന സ്ഥലം ജെറൂസലേം, അൽ ഖുദ്സ്, ഇന്നത്തെ ഫലസ്തീനിൽ, അവിടെയാണ് ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചതും വളർന്നതൊക്കെ. അതുകൊണ്ട് മഹാനവറുകളുടെ താമസസ്ഥാനം ബൈത്തുൽ മുഖദ്ദസായി മാറുന്ന അവസാനത്തെ വരവുണ്ട്. ആ വരവിലാണ് എല്ലാവരും കാണുക, സാധാരണക്കാരും അല്ലാത്തവരൊക്കെ കാണുന്നത് ആ 3ാമത്തെ വരവിലാണ്. അതിൻ്റെ മുമ്പ് 2 വരവുണ്ട്. അങ്ങനെ ഒരു വരവിൽ അബുൽ ഖൈറിനെ പോലെ ഒരു സ്വാലിഹായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരാൾ ഈസാ നബിയെ കണ്ടിരിക്കാൻ എന്ത് തടസ്സമാണുള്ളത് എന്ന് ഈ ഷെയ്ഖ് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര മഹാനായ ഇബ്നു ഷഫഖ്, അബൂബക്കർ ഇബ്നു ഷഫഖ്, അദ്ദേഹത്തിന് ഭയങ്കരമായ സങ്കടം തോന്നി. പടച്ചോനെ, ഒരു മഹാനൊരു കാര്യം പറഞ്ഞിട്ട് ഞാനത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിപ്പോയല്ലോ, അങ്ങനെ ഉണ്ടാവോ എന്ന് ഞാൻ ചിന്തിച്ചു പോയില്ലേ? ആരെ പറ്റിയാണ് ചിന്തിച്ചത്? അബുൽ ഖൈർ എന്ന മഹാനെ സംബന്ധിച്ച്. മൂപ്പര് ഈസാ നബിയെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം അത് സാധാരണ ഇനിയിപ്പോൾ ഈ വാത് ഞാനും കേൾക്കുകയാണെങ്കിൽ അവരും പറയും, ഇതാ പുതിയ കഥ വന്നു കേട്ടോ, ഉദവിത പറയുന്നു ഈസാ നബി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ കേട്ടിട്ട് പറഞ്ഞാൽ മതി, അത് ആദ്യം പറഞ്ഞു തരുന്നത്. 3 തവണ ഇറങ്ങുമെന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ്. അഹ്മദ് ബിൻ ഹാമിദ് എന്നവരാണ് ഈ ഹദീസിനെ ശർഹ് ചെയ്തത്. 3 തവണ വരുന്നുണ്ട്. ആദ്യത്തെ 2 വരവുകൾ ഔലിയാഇനും സ്വാലിഹീങ്ങൾക്കുമാണ്. 3ാമത്തെ വരവാണ് ബൈത്തുൽ മുഖദ്ദസിൽ താമസമാക്കുന്ന വരവ്, ഡമസ്കസിൽ ഇറങ്ങുന്ന വരവ്. ആ വരവ് മഹ്ദി ഇമാമിൻ്റെ വരവിൻ്റെ ശേഷമാണ്. അപ്പോഴായിരിക്കും ബാക്കിയുള്ളവരൊക്കെ അറിയാം. അല്ലാത്തവർ മഹാനവറുകളെ കണ്ടുപോയി കാണും എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനവറുകളുടെ ഒരു അവതരണം കഴിഞ്ഞു. 2ാമത്തേത് സംഭവിച്ചോ നമുക്കറിയില്ല. സ്വാലിഹീങ്ങൾക്ക് മാത്രമുള്ള അവതരണം കഴിഞ്ഞോ എന്നറിയില്ല. അബുൽ ഖൈർ എന്നവർ സ്വാലിഹിൽപ്പെട്ട ആളാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ആളാണ് അബുൽ ഖൈർ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഇതങ്ങ് പറഞ്ഞപ്പോഴേക്കും സംശയമുണ്ടായ മഹാന് ഭയങ്കര വിഷമായി. പടച്ചോനെ, മോശമായില്ലേ, ഞാൻ മൂപ്പരെ പറ്റി അത് ശരിയായില്ല എന്നല്ലേ ഈ പറഞ്ഞത്. ആ കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണക്കാരോട് സൂചിപ്പിക്കുകയാണ്, ഒന്നുമില്ല,
ഇൽമും അറിവൊന്നും നമ്മൾ ഉസ്താദന്മാരുടെ അടുത്ത് ഇരുന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അറിവുള്ള ആളുകൾ അവരുടെ ഉദ്ധരണികൾ ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു, എന്തു പറഞ്ഞു എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ അള്ളാഹുവിനെ വിചാരിച്ച് ക്രിട്ടിസൈസ് ചെയ്യാതെ സ്വീകരിക്കലേ നമ്മുടെ മുമ്പിൽ നിർവാഹമുള്ളൂ. നമുക്കതിൻ്റെ നിജസ്ഥിതിയെ തിരുത്തി പറയാൻ യോഗ്യതയില്ലെങ്കിൽ പിന്നെ അത് പറയാൻ നിൽക്കരുത്. പല ആളുകളും അങ്ങനെ ക്ലിപ്പുണ്ടാക്കി വിടൽ, അവർക്ക് ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സിന് കിട്ടലായിരിക്കും വലിയ ആവശ്യം. അതിൽ പല പണ്ഡിതന്മാരെയും മികിട്ട് കയറും. ഞാൻ പറയുന്നുണ്ട്, ഒരു ഈജിപ്തിലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. മഹാനായ മുത്തവല്ലി ഷഅറാവി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം അള്ളാഹുവിൻ്റെ വലിയൊരു ആബിദായ അഹ്ലുസുന്നയുടെ ആലിമും വലിയ ഖുർആൻ പണ്ഡിതനുമാണ് മഹാനായ ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇപ്പോൾ അടുത്ത കാലത്ത് 2000 മരിച്ചുപോയത് വലിയ ആലിമാണ്. മഹാനവറുകളുടെ ദർസുകൾ ടി വിയിൽ ഇപ്പോഴും വരും. ദുബൈ, അബുദാബി റേഡിയോകളിൽ എപ്പോഴും രാവിലെ ഒരു അരമണിക്കൂർ ഉണ്ടാവും. ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവിയുടെ ഖവാത്തിർ എന്ന് പറഞ്ഞ പരിപാടി, തഫ്സീറുണ്ട്, അദ്ദേഹത്തിൻ്റെ തഫ്സീറുണ്ട്. അതിൻ്റെ ഓഡിയോ ഇപ്പോഴും റേഡിയോകളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കും. ഗൾഫിലൊക്കെ ഭയങ്കരമായൊരു സാത്വികനായ ആലിമ. ആ പണ്ഡിതനെ ഒരു ചെറുപ്പക്കാരൻ നിരൂപിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആ ചെറുപ്പക്കാരൻ ഒരൽപ്പം സലഫിസം തലയിൽ കയറിയതാണ്. എന്നിട്ട് എന്താ നിരൂപിക്കുന്നത്? ആയിരക്കണക്കിന് ഇൽമുകൾ സമൂഹത്തിന് പറഞ്ഞുകൊടുത്ത അല്ലാമ മുത്തവല്ലി ഷഅറാവി തങ്ങൾ മഹാനവറുകൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ, ഖബറിൻ്റെ മുകളിൽ തന്നെ സന്ദർശിക്കാൻ വരുന്ന ആളുകൾ, ബന്ധുക്കള്, മക്കള്, അല്ലെങ്കിൽ തൻ്റെ വീട്ടുകാര് തനിക്ക് വേണ്ടി ചെയ്യുന്ന അമലുകൾ, ഇത് അയാൾ അറിയുന്നുവെന്നും അവരുടെ കാലൊച്ചകൾ വരെ ഖബറിൽ ആൾക്ക് കേൾക്കാൻ കഴിയുമെന്നും സലാം പറഞ്ഞാൽ സാധാരണക്കാരനായൊരു മുഅ്മിന് പോലും ഖബറിൽ നിന്ന് സലാം അടക്കുമെന്നും മഹാനായ മുത്തവല്ലി ഷഅറാവി തങ്ങൾ സമർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചങ്ങായിക്ക് അത് പിടിക്കണില്ല. എന്താ പറയണമെന്നറിയോ? മുത്തവല്ലി ഷഅറാവി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അദ്ദേഹം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. പക്ഷേ ഖബറിൽ കിടക്കുന്ന ആൾ കേൾക്കുന്നു പറഞ്ഞത് മാത്രം എനിക്ക് വിശ്വസിക്കുന്നില്ല. അത് ശരിയല്ല, മൂപ്പർക്ക് തെറ്റുപറ്റിയതാണ്. ഞാൻ ചോദിക്കുക, പൊന്നാര ചങ്ങായി, നിനക്ക് തെറ്റുപറ്റിയതാണെന്ന് വിചാരിച്ചാൽ തീരൂല ഈ വിഷയം? ഇത്ര വലിയൊരു ആലിം ഇതൊക്കെ പറഞ്ഞിരുമ്പോഴേ നിനക്ക് തെറ്റുപറ്റിയതാണെന്ന് ചിന്തിച്ചാൽ പോരെ ഇവിടെ? അപ്പം എന്താ പറയണത്? അത് മുത്തവല്ലി ഷഅറാവിക്ക് തെറ്റുപറ്റിയതാണ്, മൂപ്പർക്ക് ആ പറഞ്ഞത് തെറ്റുപറ്റിയതാണ്, ബാക്കിയൊക്കെ ശരിയാണ്. ഇതാണ് കാലഘട്ടം. ആ ബോധം തെറ്റുപറ്റിയത് തനിക്കാണ് എന്ന് ചിന്തിക്കാൻ കഴിയാത്തൊരു കാലമാണ്. നിരൂപണങ്ങൾ വഴിവിട്ടു പോകുന്ന കാലമാണ്. അപ്പം അതിൽ നല്ലതും തെറ്റും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. സജ്ജനങ്ങളായ ആളുകളുടെ, സ്വാലിഹീങ്ങളുടെ അനുഭവങ്ങളെ നിഷേധിക്കാൻ പാടില്ല. അത് ഖുർആനും ഹദീസായതുകൊണ്ടല്ല. നിഷേധിക്കേണ്ട, നിനക്ക് വേണമെങ്കിൽ നീ പിന്നെ വിശ്വസിക്കാതിരുന്നോ, പക്ഷേ നിഷേധിക്കരുത്. അത് തെറ്റാണെന്നോ അത് ഇല്ലെന്നോ ഒരിക്കലും പറയാൻ പാടില്ല. ആധികാരികമായ സംഭവങ്ങളെ തീർച്ചയായും. അപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നു ഷഫഖ് ബഹുമാനപ്പെട്ടവർ പറയാണ്, എനിക്ക് ഭയങ്കര നാണം തോന്നി. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കുതിരയും എടുത്ത് തർസൂസിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടൊരു കുതിരയെ ഒരുക്കി അദ്ദേഹം വന്നു നിൽക്കുന്നു. അപ്പോൾ ചോദിച്ചു, അബൂബക്കർ ഇബ്നു ഷഫഖ് എവിടേക്കാ പോകുന്നത്? പറഞ്ഞു, ഞാൻ പോകുന്നത് അബുൽ ഖൈർ തങ്ങളെ കാണാൻ വേണ്ടി പോവാ. അല്ലാ, 1 മാസത്തെ യാത്രയുണ്ട് അദ്ദേഹത്തെ കാണാൻ. അപ്പോൾ എന്തിനു പോകുന്നു? ഒന്നുമില്ല, ഞാൻ അദ്ദേഹത്തോടൊന്ന് പൊരുത്തപ്പെടിക്കട്ടെ. എന്താ പൊരുത്തപ്പെടിക്കാനുള്ളത്? ഈസാ നബി അലൈഹിസ്സലാമുമായി അദ്ദേഹം കണ്ടുമുട്ടി എന്ന് പറയുന്ന വാർത്ത ശരിയല്ല എന്ന് തെറ്റിദ്ധരിച്ചത് ആ മഹാനോട് പോയി പൊരുത്തപ്പെടിക്കാനാണ്. നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ കാര്യം എനിക്ക് അന്ന് ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞിരുന്നു, പൊരുത്തപ്പെട്ടു തരണം എന്ന് പറയാനായി പോകുന്നത്. അപ്പോൾ ഈ മഹാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ പോണോ? ഇജ്ലിസ് ഇലൽ ഗദ്, നാളെ പോയാൽ പോരെ, ഇപ്പം തന്നെ പോന്നോ, നേരം വെളുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഇന്നി അഖാഫു വല്ലാഹിൽ മൗത്ത്, നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഞാനങ്ങ് മരിച്ചു പോയാൽ അബുൽ ഖൈർ തങ്ങളോട് ചെന്ന് പൊരുത്തപ്പെടിക്കാൻ കഴിയില്ലല്ലോ, ഞാൻ മരിച്ചു പോയാലോ, അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തന്നെ പുറപ്പെടുകയാണ്. അദ്ദേഹം രാത്രിക്ക് രാത്രി പുറപ്പെട്ടു. 1 മാസത്തെ ദൈർഘ്യമുണ്ട് യാത്ര ചെയ്യാൻ എന്ന് പറഞ്ഞാൽ മിനിമം 1500 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോഴേ 1 മാസത്തെ ദൈർഘ്യം വരിക. 1500 കിലോമീറ്റർ യാത്ര ചെയ്യണം. അബുൽ ഖൈർ തങ്ങളെ കണ്ടു, എന്നിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് ഈ മഹാന്റെ അടുത്ത് വന്നിട്ട് അബുൽ ഖൈർ എന്നവരെ കണ്ടുമുട്ടിയ കഥ പറയാണ് അബൂബക്കർ ഇബ്നു ഷഫഖ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്താ പറഞ്ഞെന്നറിയോ? മഹാനവറുകളെ, അബുൽ ഖൈർ തങ്ങളെ ഞാൻ കാണാൻ പോയത് ഈസാ നബിനെ കണ്ടു എന്ന് പറഞ്ഞ കാര്യം അതിലെ എൻ്റെ പിഴവ് തിരുത്താനാണ്. അതിലും വലിയ അത്ഭുതത്തോടുകൂടിയാണ് ഞാൻ ഇപ്പം തിരിച്ചു വരുന്നത്. ചിന്തിച്ചു, അതെന്തേന്ന് ചോദിച്ചു. നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം അസ്ർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറിയതാണ്. അപ്പം
അപ്പം ഞാനും ബാക്കിൽ നിസ്കരിച്ചു. മിഹ്റാബിൽ തന്നെ മഹാനായ അബുൽ ഖൈർ തങ്ങൾ ഇരുന്നു. ഞാൻ ഏതോ നാട്ടുകാരനാണ്, ഞാനവിടെ ഇരുന്നു, നിസ്കാരം കഴിയാൻ വേണ്ടി കാത്തിരുന്നു. അങ്ങനെ പള്ളിയുടെ വാതിലിക്കൽ ഞാൻ വന്നു നിന്നു. മഹാനവറുകൾ പുറപ്പെടുമ്പോൾ അദ്ദേഹത്തോട് പൊരുത്തപ്പെടിക്കാൻ ഞാൻ വാതിക്കൽ നിൽക്കുമ്പോൾ എന്നെ കണ്ടപ്പോഴേ, ഈസാ നബിയെ കണ്ടു എന്ന് പറഞ്ഞ് ഈ മഹാൻ അബുൽ ഖൈർ തങ്ങൾ എന്നെ കണ്ടപ്പോഴേ എൻ്റെ പേര് വിളിച്ചു. യാ അബൂബക്കർ ഇർജി ഫഖദ് ജഅൽനാക ഫീ ഹിൽ. നിങ്ങൾ തിരിച്ചു പോയിക്കോളി അബൂബക്കർ, നിങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നിട്ടുണ്ട്. യാ അല്ലാഹ്, ഞാൻ എൻ്റെ വിഷയം പറഞ്ഞിട്ട് പോലുമില്ല. എൻ്റെ ഖൽബിലേക്ക് നോക്കിയിട്ട് അബുൽ ഖൈർ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പൊരുത്തപ്പെടിക്കാമെന്നതല്ലേ, ഞാൻ പൊരുത്തപ്പെട്ടു തന്നിട്ടുണ്ട്, പോയിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു അത്ഭുതം കൊണ്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് എന്ന് അബുൽ ഖൈർ തങ്ങളെ സംബന്ധിച്ച് മഹാനായ അബൂബക്കർ ഇബ്നു ശഫഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഇത് പറയുന്നത് സജ്ജനങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ചില കറാമത്തുകളാണ്, സജ്ജനങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ചില മഹാ അത്ഭുതങ്ങളാണ്. അള്ളാഹു സജ്ജനങ്ങളുടെ ജീവിതം, അവരുടെ മാർഗം, അവരുടെ തർബിയത്ത്, അവരിൽ നിന്ന് ലഭിക്കേണ്ട തസ്കിയത്ത്, അതൊക്കെ അനുഭവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. നമുക്ക് നന്മയുണ്ടെന്ന് അള്ളാഹു അറിഞ്ഞാൽ, നമ്മളിൽ നന്മയുണ്ടെങ്കിൽ നന്മയുള്ള ഒരു നല്ല മനുഷ്യനെ നമ്മൾ കണ്ടുമുട്ടിയിരിക്കും. നന്മയുള്ള ഒരു നല്ല മഹാനിൽ നിന്ന് നമുക്ക് കേൾക്കാൻ അവസരം ഉണ്ടാകും. സഹോദരിമാരെ, നിങ്ങളിൽ നന്മയുണ്ടെങ്കിൽ ഒരു സ്വാലിഹത്തായ ഒരു നല്ല പെണ്ണിനെ, ഒരു നല്ല ഉമ്മയെ, ഒരു നല്ല മഹദിയെ നിങ്ങൾക്ക് കണ്ടുമുട്ടാനുള്ള അവസരമുണ്ടാകും. ഇത് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള വിഷയമാണ്. അൽ മഹ്ദിയു മിന്നാ അഹ്ലൽ ബൈത്ത്. സ്വലാഹ്, നന്മയുണ്ടാകുന്നത്, സ്വാലിഹായി മാറുന്നതിന് അല്ലാഹു തആല ഒരുപക്ഷെ ഒരൊറ്റ രാത്രിയായിരിക്കും സമയം വെച്ചിട്ടുണ്ടാവുക. ഒരൊറ്റ രാത്രിയിൽ ഒരു മനുഷ്യൻ അടിമുടി മാറാനിടയുണ്ട്. കുറേ കൊല്ലങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. ഒരൊറ്റ രാത്രി കൊണ്ട് ഒരാൾക്ക് സ്വാലിഹായി മാറാൻ പറ്റും. അങ്ങനെ സാധ്യമാണോ? അതെ. എന്താ തെളിവ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ് ഹദീസ്. ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ, ഇബ്നു മാജ തങ്ങൾ അവരുടെ സുനനിൽ ഉദ്ധരിക്കുന്നു. ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നു, അൽ മഹ്ദിയു മിന്നാ അഹ്ലൽ ബൈത്ത്. മഹ്ദി എന്ന് പറയുന്ന ഇമാം മഹ്ദി നമ്മൾ അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്, നബി തങ്ങളുടെ കുടുംബക്കാരാണ്, തങ്ങൾമാരിൽപ്പെട്ട ആളാണ് ഇമാം മഹ്ദി. ഇമാം മഹ്ദി തങ്ങളായിരിക്കും. പക്ഷെ വരുന്നത് യമനെന്നോ കേരളത്തെന്നോ സൗദി അറേബ്യയെന്നോ ഹാഷിമിയ ഭരണമുള്ള ജോർഡാനെന്നോ അല്ല. ഇമാം മഹ്ദി വരുന്നത് ഒന്നുകിൽ ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഖസാക്കിസ്ഥാൻ, ജോർജിയ, ഈ ഭാഗങ്ങളിൽ എവിടെ നിന്നെങ്കിലുമായിരിക്കും വരിക. മാവറ അന്നഹർ എന്നാണ് പറഞ്ഞത്. ആ പ്രദേശങ്ങളിൽ നിന്ന് അവർ, അറബി സംസാരിക്കാത്ത ആളായിരിക്കും, പക്ഷെ അറബി സംസാരിക്കും. മാതൃഭാഷ അറബിയല്ല. ഇമാം ബുഖാരി തങ്ങളെ പോലെ. ബുഖാരി ഇമാം ആ ഭാഗത്താണ്, താഷ്കൻഡാണ്. ബുഖാരി ഇമാമിൻ്റെ നാടിൻ്റെ തലസ്ഥാനം ഇപ്പോൾ താഷ്കൻഡാണ്, സമർക്കന്ത് ഉസ്ബെക്കിസ്ഥാനിലാണ്. ഇമാം ബുഖാരി തങ്ങളെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പോയ ആൾക്കാരുണ്ടായിരിക്കും. മാവറ അന്നഹർ രാജ്യങ്ങളാണതൊക്കെ. അവിടെ നിന്ന് വരുന്ന ഒരു സംഘത്തിലാണ് ഇമാം മഹ്ദി വരികയെന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ റഅയ്തുമുർ റായാതിസ് സൂദ് മിൻ ഖിബലി ഖുറാസാൻ ഫഖ്ബലൂഹും ഫഇന്ന ഫീഹിമുൽ മഹ്ദി. കറുത്ത കൊടി പിടിച്ച് ഖുറാസാനിൻ്റെ ഭാഗത്ത് നിന്ന്, ഖുറാസാൻ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൻ്റെ മുകളിലുള്ള രാജ്യങ്ങളാണ്. അങ്ങ് റഷ്യ, അങ്ങ് സോവിയറ്റ് യൂണിയൻ്റെ പഴയ കാലത്തെ സോവിയറ്റ് റഷ്യയുടെ ഭാഗങ്ങൾ, ഇറാനിൻ്റെ ബാക്കിലുള്ള രാജ്യങ്ങൾ, അത് അഫ്ഗാൻ പെട്ടു, ഉസ്ബെക്കിസ്ഥാൻ പെട്ടു, താജിക്കിസ്ഥാൻ പെട്ടു, ഖസാക്കിസ്ഥാൻ പെട്ടു. ഇവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും, തത്താരിസ്ഥാൻ അടക്കം, അവിടെ നിന്ന് കറുത്ത കൊടി പിടിച്ച ഒരു സംഘത്തിന് നേതൃത്വം നൽകി ഒരു മഹാൻ വരുന്നുണ്ട്. ആ സംഘത്തെ നിങ്ങൾ സ്വീകരിക്കണം, അവരിൽ എൻ്റെ പേരക്കുട്ടിയായ ഇമാം മഹ്ദി ഉണ്ടാകുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യുസ്ലിഹുല്ലാഹു ഫീ ലൈല. ഒരു രാത്രിയിലാണ് അല്ലാഹു അവർക്ക് സ്വലാഹ് നൽകുന്നത്, അല്ലാഹു മഹാനവറുകളെ നന്നാക്കിയെടുക്കുന്നത് എന്ന് പറയാൻ വയ്യ. കാരണം അവർ നല്ല മനുഷ്യനായിരിക്കും. പക്ഷെ സ്വാഭാവികമായും ഒരു മനുഷ്യനുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ ഇമാം മഹ്ദിയിൽ നിന്ന്, കാരണം അവരുടെ പേര് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നായിരിക്കും, നബി തങ്ങളുടെ പേരാണ്, തങ്ങളുടെ ഉപ്പാൻ്റെ പേരായിരിക്കും അവരുടെയും പേര്. ജനിച്ചിട്ടോ വളരുമ്പോഴോ ഒരിക്കലും ഇമാം മഹ്ദിക്ക് താനാണ് മഹ്ദി എന്നറിയില്ല. ഒരു മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന പേരായിരിക്കും, തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളായിരിക്കും. അങ്ങനത്തെ ലക്ഷക്കണക്കിന് മുഹമ്മദ് ബിൻ അബ്ദുള്ള മഹാലോകത്തുണ്ട്. പക്ഷേ ഒരു രാത്രിയിലാണ് ഖിലാഫത്ത് ഏറ്റെടുക്കാൻ കഴിയുന്ന, മുസ്ലിം ലോകത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന വിധമുള്ള ക്വാളിറ്റി മഹാനവറുകൾക്ക് അല്ലാഹു നൽകുന്നത്. യുസ്ലിഹുല്ലാഹു ഫീ ലൈല. ഒരൊറ്റ രാത്രിയിലാണ്. ഒരു രാത്രി എന്നൊക്കെ പറഞ്ഞാൽ ആകെ 8 മണിക്കൂർ 10 മണിക്കൂറല്ലേ ഉണ്ടാവൂ.
ഒരു 10 മണിക്കൂർ സമയത്തിനുള്ളിൽ, അതും സുബഹി ആയി കഴിയുമ്പോൾ അത്രയൊന്നും കിട്ടൂല, എന്തായാലും ഒരു മേലെ തല പോയ ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ മാക്സിമം, ദ ലോങ്സ്റ്റ് നൈറ്റൊക്കെ കൂട്ടിയാണെങ്കിൽ ആ ഒരു രാത്രിയിലാണ് മഹാനവറുകളെ അടിമുടി അള്ളാഹു മാറ്റുന്നത് എന്നാണ്. അള്ളാഹു വിചാരിച്ചാൽ അത്ര മതി. ഏതുപോലെ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിനെ അള്ളാഹു തആല മാറ്റിമറിച്ചത് ഒരൽപ്പം ഏതാനും മണിക്കൂറുകൾ കൊണ്ടാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവര് അമവി ഭരണാധികാരികളിൽ ലോകത്ത് നീതി നടപ്പാക്കിയ ഉമർ തങ്ങൾക്ക് 2ാം ഉമർ എന്ന് പറയാൻ കഴിയുന്ന വലിയ മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചരിത്രങ്ങൾ വാതിലൊക്കെ പറയാറുണ്ട്. മഹാനവറുകൾ ഖിലാഫത്ത് ഏറ്റെടുത്ത് 2.5 കൊല്ലം ഭരിച്ചിട്ടുള്ളൂ, അങ്ങനെ വഫാത്താവുകയാണ്. ആ 2.5 കൊല്ലം ഒരു 25 കൊല്ലത്തിൻ്റെ നന്മ ചെയ്തു പോയിട്ടുണ്ട്, മാഷാ അല്ലാഹ്. പക്ഷേ ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് വരെ തൻ്റെ മുമ്പുള്ള രാജകുമാരന്മാരെ പോലെ മഹാനവറുകളും ഒരൽപ്പം ആസ്വദിച്ച് നടക്കുന്ന ആഡംബര ജീവിതമുള്ള ആളായിരുന്നു. അടിച്ചുപൊളി ജീവിതം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു. ഖിലാഫത്ത് അങ്ങ് വന്നപ്പോഴാണ് അന്ന് രാത്രിക്ക് രാത്രി ആ ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനെ അടിമുടി മാറ്റുകയാണ് ഉണ്ടായത്. സയ്യിദു സാഹിദീൻ, ദുന്യാവ് വേണ്ട എന്ന് പറഞ്ഞ സാഹിദീങ്ങളുടെ നേതാവാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ. എപ്പോൾ മുതൽ? ഖിലാഫത്ത് ഏറ്റെടുത്ത അന്നു മുതൽ. അതിന് മുമ്പുള്ള ജീവിതം പോലെയല്ല ഖിലാഫത്തിന് ശേഷമുള്ള ജീവിതം. അള്ളാഹു വിചാരിച്ച അത്രയേ ഉള്ളൂ. എത്ര കള്ളുടിയന്മാരും വ്യഭിചാരികളും മയക്കുമരുന്നിൻ്റെ അടിമകളാണെങ്കിൽ പോലും അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു രാത്രി കൊണ്ടവരെ അടിമുടി മാറ്റാൻ റബ്ബിന് കഴിയും. അള്ളാഹു നമുക്ക് നന്മ നൽകട്ടെ, അള്ളാഹു നമുക്ക് സ്വലാഹ് നൽകട്ടെ. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോടാണ് നബി തങ്ങൾ പറയുന്നത്, വൈഹ ഹാദിഹിൽ ഉമ്മ മിൻ മുലൂകിൻ ജബാബിറ, ഈ ഉമ്മത്തിന് നാശം വരാനുണ്ട്. സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾ, രാജാക്കന്മാർ ഈ ഉമ്മത്തിന്റെ ഭരണമേറ്റെടുക്കും. കൈഫ യഖ്തുലൂൻ വയഹീഫൂനൽ മുതീഈന ഇല്ലാ മൻ അദ്ഹറ ത്വാഅതഹും, സജ്ജനങ്ങളെ മുഴുവൻ അവർ വെട്ടിവീഴ്ത്തുന്നവരാണ്. അവരോട് വിധേയത്വം കാണിച്ചവരെ ഒഴികെ അവർ വെറുതെ വിടും, ബാക്കിയുള്ളവരെ മുഴുവനും അവർ കൊല ചെയ്യും. അങ്ങനത്തെ കൊലപാതകികളായ ഭരണാധികാരികൾ എൻ്റെ ഉമ്മത്തിന് കാണേണ്ടി വരും. فالمؤمن التقي يصانعهم بلسانه ويفر منهم بقلبه, സജ്ജനങ്ങളായ നല്ല മനുഷ്യർ ഈ ക്രൂരന്മാരായ ഭരണാധികാരികളെ കാണുമ്പോൾ വായ കൊണ്ട് നല്ല വാക്ക് പറയും, പക്ഷേ മനസ്സുകൊണ്ട് വെറുക്കുന്നവരാണവരെ. പറയുമ്പോൾ അങ്ങനെ പറയുള്ളൂ, ആ നല്ല ഭരണാധികാരിയാണ്, നല്ല ആളാണെന്ന് പറയും, പക്ഷേ അവരുടെ മനസ്സുകൊണ്ട് അവരോട് വെറുപ്പായിരിക്കും സജ്ജനങ്ങൾക്ക്. وإذا أراد الله أن يعيد الإسلام عزيزا, الله ഇസ്ലാമിന് ഇസ്സത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ قسم كل جبار عنيد, സ്വച്ഛാധിപതിയായ സർവ ധിക്കാരികളായ ഭരണാധികാരികളെയും അള്ളാഹു പരാജയപ്പെടുത്തും. وهو القادر على ما يشاء أن يصلح الأمة بعد فسادها, ഈ ഉമ്മത്തിന് വലിയൊരു പരീക്ഷണം വന്നതിന് ശേഷം, ഈ ഉമ്മത്ത് നശിച്ചു പോയതിന് ശേഷം ഈ ഉമ്മത്തിനെ നന്നാക്കിയെടുക്കാനും അള്ളാഹു കഴിയുന്നവനാണ്. എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിൽ നിന്ന് എല്ലാവരും കള്ളുകൂടിയന്മാരായി മാറി എന്ന് വിചാരിക്കുക. നമ്മൾ തമാശയാണെങ്കിലും പറയും, പണ്ടൊക്കെ കല്യാണം ആലോചിച്ച് വരുമ്പോഴേ ചെറുക്കന് നിസ്കാരം ഉണ്ടെന്നാണ് ചോദിച്ചിരുന്നത് അല്ലേ. അപ്പോൾ ചെറുക്കന്മാരൊക്കെ കല്യാണമൊക്കെ ആലോചിക്കാൻ തുടങ്ങിയ നിസ്കാരമൊക്കെ തുടങ്ങും, ഒരു പള്ളിയിലൊക്കെ പോയിരിക്കൽ തുടങ്ങും, ജമാഅത്തിന് അവ്വൽ വക്തിന് വരൽ തുടങ്ങും. അപ്പോൾ കല്യാണത്തിൻ്റെ ബ്രോക്കർമാരും പെണ്ണിൻ്റെ കൂട്ടരൊക്കെ വന്ന് നോക്കുമ്പോൾ അല്ലാഹ് ചെറുക്ക് 1-ാം സഫല സുബൈക്ക് കണ്ടത്, ഇനി ഒന്നും ആലോചിക്കേണ്ട കെട്ടിച്ചെടുത്തു ഒന്ന് അടാടെ നിസ്കരിക്കായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അന്ന് അങ്ങനെ. ഇന്നിപ്പോൾ ചോദിക്കുന്നത് എന്താണെന്നറിയോ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ, മയക്കുമരുന്ന് ഗ്യാങ്ങിലാണോ, ആൾ ഇപ്പോൾ എങ്ങനെയാണ്, നല്ല ബോധത്തിൽ ജീവിക്കുന്ന ആളാണോ അല്ലേ, മയക്കുമരുന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞ് എന്നാൽ പിന്നെ കെട്ടിച്ചു കൊടുക്കുക. ഒരു നിസ്കാരം ഉണ്ടോ എന്ന് വലിയ ചോദ്യം പോലും ചോദിക്കുന്നില്ല. യാ അല്ലാഹ്, എത്ര വലിയ വ്യത്യാസം വന്നല്ലേ. മയക്കുമരുന്നുണ്ടോ എന്നപ്പോൾ ചോദിക്കുന്നത്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. പൈസ കയ്യിൽ വന്നപ്പോൾ ഈ ഉമ്മത്തിന് വന്ന വലിയ പരീക്ഷണമാണത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളുടെ ശരീരങ്ങളെ അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ. ആൺമക്കളും പെൺമക്കളും ഉണ്ട് നമുക്കൊക്കെ, അവരൊക്കെ അള്ളാഹു സജ്ജനങ്ങളാക്കി തരട്ടെ. നമ്മുടെ ഈ സദസ്സിലുള്ള പെൺകുട്ടികൾ, ആൺകുട്ടികൾ, അവരുടെ മനസ്സുകളിൽ നിന്ന് മോശപ്പെട്ട ചിന്തകളെ അള്ളാഹുവിനെ എടുത്തു കളയണേ തമ്പുരാനെ. അള്ളാഹുവിനോട് അങ്ങനെ ദ്വാരക്കാൻ പറയൂ. പ്രേമവും അനുരാഗവും ഒക്കെ ഒരു തരം ഭ്രാന്താണ്. ആ ഭ്രാന്തിനെ പരിപോഷിപ്പിക്കാനാണ് സിനിമകളും പാട്ടുകളൊക്കെ ചെയ്യുക അല്ലേ. അതന്നെ. അള്ളാഹു നിങ്ങൾക്ക് ഹലാലായൊരു ബന്ധം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ
ആ ബന്ധം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പ്രേമത്തിൽ പോകേണ്ട കാര്യമില്ല, ഡേറ്റിങ്ങിന് പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇണയായി അവളും അവൾക്കിണയായി അവനും വന്നിരിക്കും, അള്ളാഹു ചേർത്ത് വെച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ. ഇല്ലേ, നിങ്ങളെ എത്ര ഒളിച്ചോടിയിട്ടും കാര്യമില്ല, നടക്കൂല. പിന്നെ എന്തിനു ബേജാറാവുന്നു? അള്ളാഹു നിങ്ങൾക്ക് എഴുതി വെച്ച് നടക്കും. അതല്ലേ ഖദർ ഖദാ. അത് വിശ്വാസമുള്ളവരെ എന്തിനാ പേടിക്കേണ്ടത്? എന്തിനാണ് വഴിവിട്ട ബന്ധങ്ങൾ? എന്തിനാണ് അള്ളാഹു ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഈ ചാറ്റിങ്ങും കറങ്ങലും അതും ഇതും? എന്തിന്? ആരെയാണ് നമ്മൾ വഞ്ചിക്കുന്നത്? അള്ളാഹുവിനെയോ? അള്ളാഹു തആല നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ.